ഹലോ, അപ്പം നമുക്കൊരു ഈസി ആയിട്ട് എങ്ങനെ ചിക്കൻ റോസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനും എൻ്റെ അനിയനും കൂടെയാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പാൻ ചൂടാൻ ശേഷം ആദ്യം ഞങ്ങൾ അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് വെച്ചത്. സൺഫ്ലവർ ഓയിൽ ചൂടായതിന് ശേഷം അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, നല്ല ഡാർക്ക് ബ്രൗൺ കളറിലാവണം. അപ്പോൾ ഞങ്ങളിതിവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ എരിവിന് ആവശ്യമായിട്ട് 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പം നമുക്ക് അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. 4 സവാള നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ആവശ്യത്തിന് ഒത്തിരി ഉപ്പ് ചേർത്ത് എടുത്താൽ പെട്ടെന്ന് നമുക്ക് നല്ല ബ്രൗണായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പൊടികളാണ്. ഞാനിവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. പൊടികളുടെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ദേ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ല സവാളയൊക്കെ നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 കിലോ അടുപ്പിച്ചാണ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി ഈ ചിക്കൻ ഇതുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. എല്ലാ മസാല ഫുൾ ആ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് ചേർത്താൽ മതിയാവും. നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം, കാരണം ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുന്നതാണ്. അപ്പം ഞാനിവിടെ എന്തായാലും ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് ഇത് തിളച്ച് അതുപോലെ വെന്ത് ആ വെള്ളം അങ്ങ് വറ്റി പകുതിയാകുമ്പോഴാണ് നമ്മൾ ഇതിലോട്ട് ചിക്കൻ മസാല ചേർക്കുന്നത്. ചിക്കൻ മസാല ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിനുള്ള എരിവിനുള്ളത് ചേർക്കണം. ഞാനിവിടെ മുളക് തോനെയിട്ടുണ്ട്, കുരുമുളക് പൊടി കുറച്ച് ഇടുന്നുള്ളൂ. അപ്പോൾ ഇത് അടച്ചു വെച്ചതിന് ശേഷം വേവിച്ചതിന് ശേഷം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് വറ്റി നല്ല റോസ്റ്റിൻ്റെ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സോയ് സോസാണ് ഉപയോഗിക്കുന്നത്. സോയ് സോസ് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഈ ചിക്കനിലെല്ലാം ഈ മസാല പിടിക്കണം. നമ്മളിതിന് ശേഷം ഒരുപാട് നേരം കുക്ക് ചെയ്യുന്നതല്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ചില്ലി ചിക്കൻ ഇടുന്ന പോലെ ക്യൂബ്സായിട്ടല്ല ഇടുന്നത്, നീളത്തിലാണ് ഇടേണ്ടത്. നീളത്തിലിട്ടതിന് ശേഷം ഇനി ഇത് ഒരുപാട് നേരിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യും ഇനി ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് നോക്കണം. നമ്മൾ ആദ്യം സവാള വഴറ്റിയപ്പോഴാണ് ഉപ്പിട്ടത്, അതിന് ശേഷം പിന്നെ ഉപ്പിട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കി നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ ചിക്കൻ റോസ്റ്റിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. അപ്പോൾ ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനായിട്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. എങ്കിലേ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണും വരെ ബൈ.